കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം മുന്നോട്ട് വരും എന്ന കണക്കുകൂട്ടലിൽ സുപ്രധാന തീരുമാനങ്ങളുമായി കേന്ദ്രം. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഐതിഹാസിക വിജയം. അതിനുശേഷം ആദ്യമായി സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ദിവസം പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. പരീക്ഷാ ക്രമക്കേടുകൾ ഇല്ലാതാക്കാനും പ്രശ്ന പരിഹാരങ്ങൾക്കുമായി ഇനി എടുക്കാൻ പോകുന്ന ചുവടുവയ്പ്പുകൾ അത് എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ. നന്ദൻ നിലേക്കനിയുടെ നേതൃത്വത്തിൽ പരീക്ഷാ പരിഷ്കരണത്തിന് ഹൈ പവർ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. പ്രധാൻ രാജിവെച്ചതിനു ശേഷമുള്ള ആദ്യ വീഡിയോ പ്രധാനമന്ത്രി മോദി പങ്കുവച്ചു. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സമൂല മാറ്റങ്ങൾക്കാണ് കേന്ദ്രം തയ്യാറെടുക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ വീഡിയോ സന്ദേശത്തിലൂടെ സൂചിപ്പിച്ചത്. രാജ്യത്തെ വിദ്യാർത്ഥികളെ ഒന്നടങ്കം അഭിസംബോധന ചെയ്തത് സുഹൃത്തുക്കളെ എന്നാണ്. അങ്ങനെയാണ് മോദിയുടെ വീഡിയോ പുറത്തുവന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കും വിവാദങ്ങൾക്കുമിടയിലെ പരീക്ഷാ ക്രമക്കേടുകൾ തടയാനുള്ള ബില്ല് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേട് കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിൽ ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകും എന്നാണ് സൂചന. രാജിക്ക് പിന്നാലെ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ കക്ഷികൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഓഫീസിൽ രാവിലെ യോഗം ചേരുന്നുണ്ട്. ഒപ്പം അയോധ്യ രാമക്ഷേത്ര കൊള്ള, E20 പെട്രോൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. സർക്കാരിനെതിരെ ഈ വിഷയങ്ങൾ എടുത്ത് പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് കേന്ദ്രത്തെ കൂടുതൽ ചിന്തിപ്പിക്കുന്നത്. അതേസമയം CJPയുടെ പാർലമെന്റ് മാർച്ചിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റതായി കണ്ടെത്തിയിരിക്കുകയാണ്. 3 പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നാണ് വിവരങ്ങൾ. CRPF അന്വേഷണത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച RAF ഉദ്യോഗസ്ഥനെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ CP മേഖലയിലാണ് വിന്യസിച്ചിരുന്നത്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് 7 പോയിന്റ് വെടി ഉതിർക്കപ്പെട്ടു എന്നും ആക്രമണങ്ങൾ നേരിട്ടവരിൽ മാധ്യമ പ്രവർത്തകരുമുണ്ടെന്നാണ് വിവരങ്ങൾ. അതിനിടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്രം തയ്യാറെടുക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത് രാജ്യത്തെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം നല്ല രീതിയിലാണ് സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ പരീക്ഷാ നടത്തിപ്പിൽ സത്യസന്ധതയും സുതാര്യതയും ഉറപ്പാക്കും എന്ന് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധനാണ് നന്ദൻ നിലേക്കനി. നന്ദൻ നിലേക്കനിയുടെ നേതൃത്വത്തിൽ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകും. പരീക്ഷാ പരിഷ്കരണം തന്നെയാകും പ്രധാന ലക്ഷ്യം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കും എന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനത്തെ വിദ്യാർത്ഥികൾ വളരെയധികം ശുഭപ്രതീക്ഷയോടെയാണ് കാണുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.